എത്രയൊക്കെ തന്നെ തേച്ചാലും മാച്ചാലും മായാത്ത ഈ ഇങ്കിന്റെ പേരാണ് ഇൻഡെലിബിൾ ഇങ്ക്. ഈ മഷിയുടെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും. എന്തുകൊണ്ടാണ് ഈ മഷി മാസങ്ങളോളം നമ്മുടെ വിരലിൽ തന്നെ ഇരിക്കണമെന്ന് വെച്ചാൽ ഇതൊരു സാധാരണ വില കുറഞ്ഞ പേനാ മഷി അല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെയൊക്കെ വിരലിന്റെ നഖത്തിന്റെ മുകളിലാണ് ഇത് വരയ്ക്കുന്നതെങ്കിലും അത് നമ്മുടെ നഖത്തിലൂടെ ആഴ്ന്നിറങ്ങിയിട്ട് നമ്മുടെ ചർമ്മത്തിലെ പ്രോട്ടീനും ലവണങ്ങളൊക്കെ ആയിട്ട് പ്രതിപ്രവർത്തിക്കുന്നുണ്ട്. വിരലിൽ ആദ്യം ഇത് പുരട്ടുമ്പോൾ ഒരു നീല നിറത്തിലായിരിക്കും കാണപ്പെടുക. എന്നാൽ ഇതിൽ സിൽവർ നൈട്രേറ്റ് സൂര്യപ്രകാശമായിട്ട് സമ്പർക്കത്തിൽ വരുന്നതോടെ ഇതിന്റെ കളർ നേരെ കറുപ്പിലോട്ട് മാറും. 1962 ഇലക്ഷനിലാണ് ഈ മഷി ആദ്യമായിട്ട് ഇറങ്ങുന്നത്. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് മഷി നിർമ്മിക്കാൻ അനുവാദമുള്ള ഏക സ്ഥാപനമായ കർണാടക സർക്കാരിന്റെ കീഴിലുള്ള മൈസൂർ പെയിന്റ്സ് ആൻഡ് വാർണിഷ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഇത് നിർമ്മിക്കുന്നത്. ഇവരിതിന്റെ കെമിക്കൽ ഫോർമുല അതീവ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നതുകൊണ്ട് ഇത് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഈ മഷി 35ഓളം രാജ്യങ്ങളിലാണ് കയറ്റുമതി ചെയ്യപ്പെടുന്നത്. ഇനി ഇതിന്റെ വില നോക്കുകയാണെങ്കിൽ ഏകദേശം 10 മില്ലിന്റെ ഒരു ബോട്ടിലിന് 180 രൂപയുടെ അടുത്ത് വരും. അതായത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മഷി വാങ്ങാൻ വേണ്ടി മാത്രം നമ്മുടെ കേരള സർക്കാർ ചെലവാക്കിയത് 6,67,00,000 രൂപയാണ്. അതായത് കാനഡ, തുർക്കി പോലുള്ള രാജ്യങ്ങളിൽ പോലെ എത്രയൊക്കെ തന്നെ വികസനം വന്നാലും നമ്മുടെ ഇന്ത്യക്കാരുടെ ഈ മഷി എടുത്ത് വിരലെത്തിക്കുന്നതാണ് ഏറ്റവും വിശ്വസനീയമായ മാർഗം എന്ന് കണക്കാക്കപ്പെടുന്നത്. കറണ്ട് ഇന്റർനെറ്റ് ഇല്ലാതായാലും കമ്പ്യൂട്ടർ സിസ്റ്റം പരാജയപ്പെട്ടാലും ഈ ഒരൊറ്റ മഷി അടയാളം മതി ഒരാൾ 2 തവണ വോട്ട് ചെയ്യുന്നത് തടഞ്ഞു നിർത്താൻ. പെട്ടെന്ന് നോക്കുമ്പോൾ ഇതൊരു മഷിപ്പൊട്ടാണെന്ന് തോന്നുകയാണെങ്കിലും ഒരു രാജ്യത്തിന്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന കരുത്തുറ്റ അടയാളമായാണ് ഈ മഷി ഇന്നും പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇപ്പോഴും ഇതൊരു പേനാ മഷിയാണെന്ന് വിശ്വസിക്കുന്ന നിങ്ങളുടെ എല്ലാ ചങ്കൾക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഇതുപോലുള്ള കിടിലൻ വീഡിയോകൾക്കായിട്ട് ഇപ്പൊ തന്നെ ക്ലിക്ക് ചെയ്യുക.